ഇന്ത്യ രാജ്യം ടച്ചുകാരുടെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നിന്നും അവർണരായ മനുഷ്യരെയും സാധുക്കളായ മുസ്ലിങ്ങളെയും ഒക്കെ ഇവിടുത്തെ തട്ടിയെടുത്ത് വാരിക്കൂട്ടി വിദേശ രാജ്യത്ത് കൊണ്ടുവന്ന് അടിമച്ചന്തയിൽ വിറ്റതിന്റെ ചരിത്രം തേടുന്നു. ടച്ച് ഭാഷയിലുള്ള രേഖകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അത് വിവർത്തനം ചെയ്ത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഇറക്കാൻ പോവാണ്. ഈ രാജ്യം കുറെ കാലം കസ്റ്റഡിയിൽ വെച്ച പാർട്ടിയാണ് ടച്ചുകാര്. പോർച്ചുഗീസുകാർ വെച്ചു കുറെ കാലം ബ്രിട്ടീഷുകാർ വെച്ചു. ഇവരെല്ലാം ഈ രാജ്യത്ത് വന്നവരാ. ഞാൻ ഈ നേരത്തെ 11 അംഗത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ 11 സംഘം ആദ്യം വന്നതോ അവസാനം വന്നതോ അല്ല. ഈ പറയപ്പെട്ട ടച്ചുകാരും ഈ പറയപ്പെട്ട പോർച്ചുഗീസുകാരും ഈ പറയപ്പെട്ട ബ്രിട്ടീഷുകാരും ഒക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ അറബികൾ വന്നിരുന്നു. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഈ രാജ്യത്തിനെ ചൂഷണം ചെയ്യാൻ, ഈ രാജ്യത്തിനെ അവരുടെ കസ്റ്റഡിയിലാക്കാൻ, ഈ രാജ്യത്തെ ജനങ്ങളെ അവരുടെ കാൽ കീഴിലാക്കാൻ അവർ പരിശ്രമിച്ചു. അതേ ശൈലി തന്നെ ടച്ചുകാരും എടുത്തു, അതേ ശൈലി തന്നെ പോർച്ചുഗീസുകാരും എടുത്തു. 190 കൊല്ലമാണ് ബ്രിട്ടീഷ് ഭരിച്ചതെന്ന്. 190 കൊല്ലം, 7 നൂറ്റാണ്ട് ഭരിച്ചു എന്നാണ് മുസ്ലിം സമുദായം. 7 നൂറ്റാണ്ട് മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടം. 7 നൂറ്റാണ്ട് ഭരിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്ത് താജ്മഹൽ ഉണ്ടായി, കുത്തുബ് മിനാർ ഉണ്ടായി, ചെങ്കോട്ടയുണ്ടായി. അങ്ങനെ മുഴുവൻ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളായി തന്നെ കോടിക്കണക്കിന് രൂപ കിട്ടാവുന്ന, ലക്ഷങ്ങൾ കയറി വരാവുന്ന സംവിധാനം ആരുണ്ടാക്കി? 7 നൂറ്റാണ്ട് കൊണ്ട് മുസ്ലിങ്ങൾ ഉണ്ടാക്കി. 7 കൊല്ലം കൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന നിലവിലുള്ള സർക്കാർ വിദേശ രാജ്യത്തു നിന്നുള്ള രാഷ്ട്ര നേതാക്കന്മാരെല്ലാം പ്രഖ്യാപനം ഇട്ടു, ആരും ഇന്ത്യയിലേക്ക് യാത്ര പോകരുത്. മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണെന്നാണല്ലോ പറയുന്നത്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നാണല്ലോ പറയുന്നത്. കേരളത്തിൽ ഇപ്പൊ തല്ലിക്കൊല്ലാനുള്ള സംവിധാനത്തിലുള്ള പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. ശത്രുക്കൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഐക്യം വന്നു. ആളുകൾ ധരിച്ചത് അങ്ങനെയല്ല. ഇവർ ആ പാർട്ടി അങ്ങനെ, ഈ പാർട്ടി ഇങ്ങനെ, മറ്റേ പാർട്ടി അങ്ങനെ ആയിരിക്കുമെന്ന് ധരിച്ചു. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഭരണകൂടം നീങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഈ സമുദായത്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശത്തെ സൃഷ്ടിച്ച റബ്ബ്, ഭൂമിയെ സൃഷ്ടിച്ച റബ്ബ്, വാനലോകത്തുനിന്ന് വെള്ളമിറക്കി തരുന്ന റബ്ബ്, ഈ ഭൂമിയിലേക്ക് വിത്തിട്ടാൽ വിത്തിന്റെ അറ്റത്ത് മുള വരുത്തുകയും മുളയുടെ അറ്റത്ത് വിളയുണ്ടാക്കി തരികയും ചെയ്യുന്ന റബ്ബ്, ജീവിപ്പിക്കുന്ന റബ്ബ്, മരിപ്പിക്കുന്ന റബ്ബ്, അങ്ങനെ മണ്ണിൽ നിന്നും രണ്ടാമത് പുനർജീവിപ്പിക്കുന്ന റബ്ബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രാർത്ഥന വലിയ ആയുധമാണ്. പ്രധാനമന്ത്രി വിറയ്ക്കും, ആഭ്യന്തരമന്ത്രി വിറയ്ക്കും. അവർക്കൊക്കെ ജീവനിൽ പേടിയുള്ളവരാ. അവരുടെ കുടുംബത്തിന്റെ ഭാവി നശിക്കുന്നതിൽ അവർക്ക് വിഷമമുള്ളവരാ. നിന്റെ ദുആയ്ക്ക് അനന്തര ഫലം ഉണ്ടാകും, തിക്ത ഫലം ഉണ്ടാകും. അതുകൊണ്ട് അവർ മാറി ചിന്തിക്കും. നീ അങ്ങനെ തന്നെ ദുആ ചെയ്യണം. പടച്ചവനെ, ഭരണാധികാരികളുടെ മനസ്സിനെ നീ മാറ്റണേ അല്ലാ, അങ്ങനെ ദുആ ചെയ്യണം. അവർക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ, അങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുവാണ് അവന്റെ കഥ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കും. 60,000 രൂപ മുലക്കരം പിരിച്ചെടുത്തു. ഒരു ഭരണ നേട്ടം എടുത്തു പറയണതാ ഇപ്പൊ കേൾക്കണം. ടിപ്പു സുൽത്താൻ അല്ല ചെയ്തത്. 60,000 രൂപ മുലക്കരം പിടിച്ചെടുത്തു. എന്താ മുലക്കരം? എല്ലാ പെണ്ണുങ്ങൾക്കും ഇവിടെ മാറുമറയ്ക്കാൻ അവകാശമില്ല. ഇവിടെ കീഴ്ജാതിക്കാർക്കൊന്നും മാറുമറയ്ക്കാൻ പാടില്ല. പെൺകുട്ടികളുടെ മാറെല്ലാം വ്യക്തമായി തുറന്നു കിടക്കണം. അതൊക്കെ ഞങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ മാറ് തുറന്നിടുമ്പോൾ ആ തുറന്നിടുന്ന മാറിന് കരമടയ്ക്കണം. കരമടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത മാതാക്കൾ പെൺകുഞ്ഞുങ്ങളുടെ മാറ് ചെത്തിക്കളഞ്ഞ ചരിത്രമാണ് ഈ രാജ്യത്തുണ്ടായിരുന്നത്. ആദരണീയരായ ആലിമീങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനത്തുകളെ, സ്നേഹമുള്ള മറ്റ് സഹോദര സഹോദരിമാരെ, നിങ്ങളുടെ ഈ വെണ്ണലയിലൊക്കെ ജീവിതമാർഗത്തിന് വേറെ വഴിയൊന്നും ഇല്ലാതാവുമ്പോൾ അതിനു വേണ്ടി ചില ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു പദ്ധതിയാണ് പാല് കച്ചവടം. എങ്ങനെയെങ്കിലും കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഒരു പശുവിനെ വാങ്ങും. എന്നിട്ട് അതിനെ പ്രത്യേകിച്ചിപ്പോൾ പശുവിന്
വാങ്ങാനുള്ള പൈസയാണല്ലോ നമ്മളെ കണ്ടെത്തേണ്ടതുള്ളൂ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ മുകളിൽ വലിച്ചു കെട്ടി താഴെ എന്തെങ്കിലും വല്ല പലയോ കല്ലോ എന്തെങ്കിലുമൊക്കെ ഇട്ട്, പശു നമ്മളോട് ദേഷ്യപ്പെടും ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കുമല്ലോ. മുകളിൽ ഇങ്ങനത്തെ മേച്ചിനകത്ത് ഞാൻ കിടക്കൂല എന്നും പശു അറിയില്ല. അതുപോലെ അടിയിൽ ഇങ്ങനത്തെ ഇതിലൊന്നും ഞാൻ കിടക്കൂല, ഇത് പറ്റൂല എന്നൊന്നും സമരമൊന്നും ചെയ്യൂല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വലിച്ചു കെട്ടി. ജീവിത വിശുദ്ധി വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പോയൊരു സാധനം തിരിച്ചെടുക്കണേനാണ് വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കുണ്ടായിരുന്നൊരു സാധനം അത് പോയിട്ടുണ്ട്, തിരിച്ചെടുക്കണമെന്നേ പറയണം. അതാണ് ജീവിത വിശുദ്ധി വീണ്ടെടുക്കുക. അപ്പോൾ ഈ പശുവിനെ ഈ രീതിയിലുള്ള തൊഴുത്തും കാര്യങ്ങളൊക്കെ റെഡിയാക്കി, പിന്നെ ഇപ്പോൾ അതിന് തീറ്റയല്ല, അതിപ്പോൾ ഈ വല്ല റോട്ടിൽ കൂടെ ഒക്കെ കൊണ്ടു നടന്നാലും ആ റോഡിൻ്റെ സൈഡിലുള്ള പുല്ലൊക്കെ തിന്നോളും. അതിനിപ്പോൾ ആരും നമ്മളെ ഇവിടെ നീ ആരാടാ ആ റോഡിൻ്റെ സൈഡിൽ കന്നാലിനെ തീറ്റ അങ്ങനെയൊന്നും ആരും ചോദിക്കില്ല. അതുപോലെ തന്നെ അപ്പുറത്ത് പുല്ലുണ്ടെങ്കിലും അതിനകത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഉടമേനെ കാണിച്ചോ കാണാതെയോ കണ്ടോ, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ ഈ ഇടപാടുകൾ. അങ്ങനെയൊക്കെ കുറച്ചൊക്കെ സംരക്ഷിച്ച്, അപ്പോൾ വലിയ മുടക്കില്ലാതെ ഒരു ഇടപാട് കിടക്കണ പണിയാണ് ഈ പാല് കച്ചവടം. അങ്ങനെ രാവിലെ ആകുമ്പോൾ കറക്കും, വൈകുന്നേരം ആകുമ്പോൾ കറക്കും. അത് വല്ല ചായക്കടയിലോ സൊസൈറ്റിയിലോ ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് മക്കൾക്ക് അരി മേടിച്ച് കൊടുക്കുന്ന ധാരാളം ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടാവും. ഇവരൊക്കെ ഈ പശുവിനെ കറന്ന് ഏറെക്കുറെ ഇതിൻ്റെ ആ പാല് ഒരുമാതിരി അറ്റമെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് ഒരു 7-8 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് കറവ് കുറഞ്ഞു വരും. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ വന്നു കഴിയുമ്പോൾ ഈ പശു തന്നെ പ്രശ്നം ഉണ്ടാക്കും. അതായത് നിങ്ങൾ കറക്കാൻ വേണ്ടി ചെന്ന് വലിയ പ്രതീക്ഷയോടെ ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് ചെന്നിരുന്ന് ആ വെള്ളം മുലയിലേക്ക് ഒഴിച്ചു വന്ന് തൊടുമ്പോഴത്തേക്കും ഇതൊരൊറ്റ ചവിട്ടാ. നിങ്ങൾ തെറിച്ച് മുറ്റത്തേക്ക് ബക്കറ്റും വെള്ളമൊക്കെ ചാണാക്കുഴിയിലേക്കും നിങ്ങൾ ദേഷ്യപ്പെടും. ഈ മാതിരി തീറ്റയും വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇവള് കറക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ മനുഷ്യനെ എങ്ങനെ ഉപദ്രവിച്ചാൽ വെള്ളമില്ലാഞ്ഞിട്ടാണെങ്കിൽ എന്നാൽ കുറേ കൊപ്ര കലത്തിൽ കരാം, കുറേ പിണ്ണാക്കൊക്കെ കലക്കി വെട്ടിക്കൊണ്ടെന്ന് വെച്ചാർന്ന കുറേ പുല്ലുമൊക്കെ ഇട്ട് കൊടുത്ത് എന്നാൽ തിന്നടി പശു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഒക്കെ 4 ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി വീണ്ടും ചാണാക്കുഴി പോയ ബക്കറ്റ് അവിടെ കിടക്കട്ടെ എന്നിട്ട് വേറെ ബക്കറ്റ് തുണുന്ന് ഇത് പശു പഴയതിനേക്കാൾ ശക്തിയായിട്ട് പിന്നെയും ചവിട്ടുവാണ്. അപ്പോൾ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റൂല. നമ്മളൊരു വലിയ പത്തലെടുത്തിട്ട് ഇപ്പം നമ്മുടെ ഈ പശുവിൻ്റെ പേരിൽ ആൾക്കാരെ തല്ലിക്കൊല്ലണ പത്തലുണ്ടല്ലോ, ആദ്യം ഒരു പത്തലെടുത്ത് ഒരു 5-6 വീക്കും തല്ലും അതിൻ്റെ പുറത്തേക്ക് കൊടുത്തിട്ട് നമ്മൾ ചീത്തവരെ നിനക്ക് ഈ മാതിരി തീറ്റ വെള്ളമൊക്കെ തന്നിട്ട് നീ മനുഷ്യനെ കൊല്ലാൻ നോക്കണോടി. ഈ ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോഴാണ് അപ്പുറത്തുനിന്ന് നമ്മുടെ പിന്നെ കേശവൻ നായർ, എന്തേ മമ്മാലി നീ ഈ പശുവിനെ എങ്ങനെയാന്നോ കേശവൻ നായർ നോക്കിയാൽ നിറച്ച് പുല്ല് കിടക്കണു, പിണ്ണാക്ക് കലക്കി വെച്ചേക്കണു, അതൊന്നും അവർക്ക് വേണ്ട. ബക്കറ്റ് ഒരെണ്ണം കിടക്കണുണ്ടോ കേശവൻ നായരെ, ചാണാക്കുഴി കിടക്കുകയാണ്. ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ, എൻ്റെ കാലോടി ഉണ്ടതായിരുന്നു, ഞാൻ മറിഞ്ഞം ഇവിടെ തർപ്പിക്കണില്ല. നായരിങ്ങനെ അതിൻ്റെ പശുവിൻ്റെ പുറകിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, മമ്മാലി നീ തൽക്കാലം ഇപ്പോൾ വടിയൊക്കെ താഴെ പോയി, ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ബക്കറ്റും വെള്ളമൊന്നും എടുത്ത് നീ ഒരു പദ്ധതി നിൽക്കണ്ട, പശു കറപ്പിക്കൂല. പശുവിൻ്റെ ഡിമാൻഡ് എന്താണെന്നറിയോ, ഇതിനെപ്പോൾ കൊണ്ടുപോയി പുതിയാപ്പിളേനെ കാണിക്കണം, അതാണ് കേസ്. ഉണ്ടോ ഇതിനെ കെട്ടിക്കണം, അതാണ് ഡിമാൻഡ്. അതിന് പറയാനറിയാൻ പാടില്ലോ, ഇയാൾ കറക്കൽ വേണ്ടി 5-8 മാസമായി, ഇനി ഈ പണി പറ്റൂല, എനിക്ക് വേറെ സ്ഥലത്ത് പോകണമെന്ന് പറയാൻ ഇനി അറിയില്ലോ. അപ്പം അതുകൊണ്ട് നീ അപ്പം അതിനിപ്പോൾ എന്ത് ചെയ്യും കേശവൻ നായരെ, ആ മത്തായിനെ വിളിച്ച് കാളേനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കാള വന്നു, കാളയ്ക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം കാര്യങ്ങളൊക്കെ നടത്തി. സംഗതി വലിയ സന്തോഷമായി. പശു പിന്നെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണില്ല, കറപ്പിക്കണുണ്ട്. വാവും കൂടെ എത്തിപ്പോണ്ടാ പിന്നെയും പ്രശ്നമായി. ഈ വാവ് വരുമ്പോൾ വലിയ കുഴപ്പമാണ്, അത് പശുവിന് മാത്രമല്ല. അതുകൊണ്ടാണ് നബിത്തങ്ങൾ പറഞ്ഞത് കല്യാണം കഴിക്കാത്തവരൊക്കെ പ്രത്യേകിച്ചും ഈ വാവ് സീസൺ വരുമ്പോൾ നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ പശുവിന് മാത്രമല്ല കുഴപ്പം, വെളുത്ത വാവിനും കറുത്ത വാവിനും നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞാൽ 13, 14, 15 സുന്നത്താണ് നോമ്പ് പിടിക്കൽ. ആ സമയത്ത് മനുഷ്യൻ്റെ ശൈലി മാറുന്നൊരവസ്ഥയുണ്ട്. അതാണ് ഇപ്പോൾ ദമ്പതികളെ സംബന്ധിച്ച് പ്രശ്നമല്ല, കല്യാണം കഴിക്കാത്തവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊക്കെയാണ് തങ്ങൾ ഉപദേശിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഈ പശു ഒച്ചപ്പാടായി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു, നായരെ വിളിച്ചിട്ട് കഴിഞ്ഞാൽ നായരെ പശു പിന്നെയും പ്രശ്നം ഉണ്ടാക്കുവാണല്ലോ, ഒരു പണിയും മത്തായിട്ട് ഒന്നും കൂടെ കാളേനെ കൊണ്ടുവരാൻ പറ. രണ്ടാമത് വിളിച്ച് വീണ്ടും കാളേനെ കൊണ്ടുവന്നു. സംഗതി ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും അടുത്ത വാവ് വന്നപ്പോൾ വീണ്ടും പശു പ്രശ്നമാക്കി. പക്ഷേ നായരെ ഇത് പിന്നെയും പ്രശ്നം കുഴപ്പമാക്കുവാണല്ലോ. ഇനിയിപ്പോൾ മത്തായിനെ വിളിച്ചിട്ട് കാര്യമില്ല, ഇയാളൊരു പണി
ആ മൃഗാശുപത്രി ചെന്ന അവരുടെ ഡോക്ടറുണ്ട്, വെറ്റിനറി ഡോക്ടർ, അയാളോട് വന്നിട്ടൊന്ന് പരിശോധിച്ച് നോക്കാൻ പറ. അയാളൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ ഇതിൻ്റെ കുഴപ്പം മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഡോക്ടറെ വിളിച്ചു കൊള്ളുന്നു. ഡോക്ടർ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തട്ടി മുട്ടിയിട്ട് ചോദിച്ചു, മമ്മാലി കാക്ക, ഓ ഇതെന്ത് വിലക്ക് മേടിച്ച പശുവാ? ഡോക്ടറെ, ഞാൻ 75,000 രൂപ കൊടുത്ത് മേടിച്ചതാണ്. ആഹാ, എത്രാമത്തെ പ്രസവം? 2ാമത്തെ പ്രസവം. പാലെത്രയുണ്ടായി? രാവിലെ 40 ലിറ്റർ പാല്, വൈകുന്നേരം 30 ലിറ്റർ പാല്. എന്താ മമ്മാലി കാക്ക, എന്തേ ഡോക്ടറെ? സംഗതി വലിയ സങ്കടമായി പോയല്ലോ. എന്താ സങ്കടം ഡോക്ടറെ? പശുവല്ലേ ഇരിക്കണേ? അല്ല, പശുവോടൊപ്പുണ്ട്, അതിലല്ല, ഇത് വേറൊരു ഇച്ചിരി വിഷയമുണ്ട്. എന്തേ? ഇനി ഈ പശു ഗർഭിണിയാവൂല. ഗർഭം ധരിക്കാനുള്ള യോഗ്യതയെല്ലാം ഈ പശുവിന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനി ഇഞ്ചക്ഷൻ എടുത്തിട്ടും കാര്യമില്ല, എണ ചേർത്തിട്ടും കാര്യമില്ല. ഇങ്ങനെ ഒരു വെറ്റിനറി ഡോക്ടർ വിധി എഴുത പശുവിന് വേണ്ടി ഈ വെണ്ണലേല് വണ്ടിയും വിളിച്ചുകൊണ്ടിട്ട് പിണ്ണാക്ക് മേടിക്കാൻ പോണ കാക്ക അവിടെ ഉണ്ടെങ്കിൽ, ഈ പശുവിന് വേണ്ടി പ്ലാസ്റ്റിക്കിന്റെ മേൽക്കൂര കളഞ്ഞിട്ട് അത് കോൺക്രീറ്റ് ആക്കാൻ തീരുമാനിച്ച കാക്ക അവിടെ ഉണ്ടെങ്കിൽ, ആ പശു കിടക്കുന്ന തറ അത് കല്ലും മുട്ടുമൊക്കെ മാറ്റി മാർബിളാക്കാൻ ഏതെങ്കിലും കാക്ക തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആ മനുഷ്യന്റെ പേരാണ് ഭ്രാന്തൻ. അയാളെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ആശുപത്രി ഇവിടെ പരിസരത്തുണ്ട്, അവിടെ കൊണ്ടുപോയി ചികിത്സിക്കണം. അയാൾ മാനസിക രോഗിയാണ്. കാരണം ഇതിനെ ഇനി സംരക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തിനാ ഇതിനെ വളർത്തിയത്? പാല് കിട്ടാനാ. ഇനി പാല് പഴയപടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 2ാമത് പ്രസവിക്കണം. പ്രസവിക്കാനുള്ള സംവിധാനം അടഞ്ഞുപോയി. ഉണ്ടോ? മെച്ചിയായിപ്പോയി, മെച്ചി പശു. ഈ നിലയ്ക്ക് ഡോക്ടർ വിധി എഴുതിയതായ പശുവിനെ പിന്നെ മമ്മാലി കാക്ക എന്ത് ചെയ്യും? അതിനെ സംരക്ഷിക്കാനല്ല പോക, പിന്നെ കശാപ്പുകാരൻ കോയാനെ വിളിച്ചിട്ട് പറയും, ഒന്ന് വന്ന് നോക്കട കോയാനെ എന്ന് പറയും. അങ്ങനെ കോയാൻ വന്ന് മുട്ടി തട്ടിയൊക്കെ നോക്കിയിട്ട് പറയും, ഞാനൊരു 20,000 രൂപ തരാം. 75,000 രൂപയ്ക്ക് ഞാൻ മേടിച്ച പശുവിന് നീ 20,000 രൂപയോ? എടോ കാക്ക, ഇയാൾ 75,000 മേടിച്ചെങ്കിൽ ഇയാൾക്ക് പാല് കിട്ടി. ഞാനിതിനെ പാലിന് കൊണ്ടുപോകണമല്ല, ഇതിനെ വെട്ടിക്കണ്ടിച്ച് വിൽക്കാൻ കൊണ്ടുപോണതാണ്. ഇതിനെ അറുത്ത് തൂക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാശ് എനിക്ക് തരാൻ പറ്റുള്ളൂ. അത് 20,000 കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല. ഇനി കാക്ക നിലവിളിക്കണ്ട, ഒരു 1000 രൂപ കൂടെ പിടിച്ചോ. 21,000 രൂപയ്ക്ക് ആ പശുവിനെ കച്ചവടമാക്കി മമ്മാലി കാക്ക അറക്കാൻ പിടിച്ചു കൊടുക്കുകയാണ്. ഡോക്ടറിൽ മെച്ചിപ്പശുവാണെന്ന് പറയുന്നത് വരെ ഈ പശുവിന്റെ ശരീരത്തിൽ ഒരു പേനിരിക്കാനോ ഒരു പ്രാണി വന്നിരിക്കാനോ ഈ മമ്മാലി കാക്ക സമ്മതിച്ചിട്ടില്ല. അതിന്റെ ശരീരത്തിൽ അഴുക്കാകുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. അത് മൂത്രത്തിൽ കിടക്കുന്നത് ഇഷ്ടമല്ല, മലത്തിൽ കിടക്കുന്നത് ഇഷ്ടമല്ല. അതിന്റെ കൊമ്പ് എപ്പോഴും തിളങ്ങണം, എണ്ണ പുരട്ടിക്കൊണ്ടിരിക്കും. പുതിയ കയറാണ് അതിലിട്ടിരിക്കുന്നത്. ഈ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത അതേ മുഹമ്മദ് അലി ആ പശുവിനെ ഇതാ അറക്കാൻ പിടിച്ചു കൊടുക്കുകയാണ്. ബഹുമാനികളെ, സംരക്ഷിക്കുമ്പോൾ പശുവിന് 4 കാലാണ്, അറക്കാൻ കൊടുക്കുമ്പോഴും 4 കാലാണ്. സംരക്ഷിക്കുമ്പോഴും കൊമ്പ് 2, അറക്കാൻ കൊടുക്കുമ്പോഴും കൊമ്പ് 2. സംരക്ഷിക്കുമ്പോഴും കണ്ണ് 2, അറക്കാൻ കൊടുക്കുമ്പോഴും കണ്ണ് 2. ബാഹ്യമായി പശുവിന് ഒരു വ്യത്യാസവും ഇല്ല. സംരക്ഷിച്ച അതേ ആള് തന്നെ ഇതിനെ അറക്കാൻ കൊടുക്കാൻ കാരണം, ഞാൻ ഇതിനെ സംരക്ഷിച്ചത് പാല് കിട്ടാനാണ്. പാലെന്ന് പറയുന്ന വരുമാനം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ഇതിനെ വളർത്തിയിട്ട് കാര്യമില്ല. ജനങ്ങളെ, ഇപ്രകാരം തന്നെ രാജാതിരാജനായ റബ്ബ് മുസ്ലിം സമുദായത്തിനെ സംരക്ഷിച്ച കാലമുണ്ട്. ഇത് അന്തും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർളി തഖാഫൂന അൻ യതഖത്തഫകും അന്നാസ് ഫആവാകും വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിന തയ്യിബാതി ലഅല്ലകും തഷ്കുറൂൻ. മനുഷ്യരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മുൻഗാമികളും ഈ ഭൂമുഖത്ത് ന്യൂനപക്ഷമായിരുന്നു. ഇപ്പൊ നമ്മുടെ പരാതി അതാണല്ലോ.
നമ്മൾ ന്യൂനപക്ഷമല്ലേ മുസ്ലിയാരെ? നമുക്ക് പാർലമെന്റിൽ സ്വാധീനമില്ലല്ലോ, രാജ്യസഭയിൽ സ്വാധീനമില്ലല്ലോ, കോടതിയിൽ സ്വാധീനമില്ലല്ലോ, പഞ്ചായത്തിൽ സ്വാധീനമില്ലല്ലോ, പട്ടാളത്തിൽ സ്വാധീനമില്ലല്ലോ, പോലീസിൽ സ്വാധീനമില്ലല്ലോ, പള്ളിക്കൂടത്തിലും സ്വാധീനമില്ലല്ലോ ഉസ്താദേ. അതുകൊണ്ട് എന്താ ചെയ്യാ? ഒതുക്കറൂ ഇത് എന്തും ഖലീലും മുസ്തദ്അഫൂന ഫിൽ അർളി. നിങ്ങളുടെ മുൻഗാമികളും ഭൂമുഖത്ത് ന്യൂനപക്ഷമായിരുന്നു. അവർക്കും പഞ്ചായത്തിലുണ്ടായില്ല, പാർലമെന്റിലുണ്ടായില്ല, ഭരണസമിതിയിലുണ്ടായില്ല, കോടതിയിലുണ്ടായില്ല, പട്ടാളത്തിലും പോലീസിലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, തഖാഫൂന യതഖത്തഫകുമുന്നാസ്, അവരെത്രമാത്രം ഭയപ്പെട്ടെന്നറിഞ്ഞോ പടച്ചവനെ? ശത്രുക്കൾ ശക്തരാണല്ലോ അല്ലാഹ്. അവർക്കെല്ലാ സ്വാധീനവും ഉണ്ടല്ലോ തമ്പുരാനെ. അവർ ഞങ്ങളിലേക്ക് വന്നൊരു ഏറ്റുമുട്ടലിന്റെ ആവശ്യമില്ല. അവരിങ്ങോട്ട് വന്നാൽ ഞങ്ങളെ അങ്ങോട്ട് റാഞ്ചിക്കൊണ്ടു പോകുമോ റബ്ബേ എന്ന് മുൻഗാമികൾ ഭയപ്പെട്ടു പോയി. അത്ര ന്യൂനപക്ഷമായിരുന്നു. റാഞ്ചിക്കൊണ്ടുപോകണം എങ്ങനെയാ? കോഴീനെ പരുന്നുകൊണ്ടിട്ടില്ലേ? പരുന്നിങ്ങനെ വട്ടം കറങ്ങി നിൽക്കും. താത്ത പരുന്തിൻ്റെ അടുത്ത്, കോഴിയുടെ അടുത്ത് മാറുമ്പോ ദേ ഇങ്ങനെ ഒരു പോക്കൂ. അവിടെ വട്ടം കറങ്ങിക്കൊണ്ട് വരുന്ന പരുന്ത് താത്ത പരക്കത്തേറിയപ്പോ ഇങ്ങനെ ഒരു പോക്ക്. 4 കിലോ തൂക്കമുള്ള കോഴിപ്പട പരുന്തിൻ്റെ കാലയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അകത്തിൽ. അതാണ് റാഞ്ചുക. ശത്രുക്കളങ്ങോട് വന്നാൽ ഞങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുമോ എന്നവർ ഭയപ്പെട്ടു പോയി. പക്ഷേ ആവാക്കും അവരെ അങ്ങനെ റാഞ്ചാൻ കൊടുത്തില്ല. പടച്ച തമ്പുരാൻ ആ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു. അവരെ അല്ലാഹു തആല ശക്തിപ്പെടുത്തി. കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. വൻ ഭൂരിപക്ഷമാണ് മറുഭാഗത്തുനിന്ന് വരുന്നതെങ്കിലും ഈ ന്യൂനപക്ഷം വൻ ഭൂരിപക്ഷത്തിനെ പരാജയപ്പെടുത്തി. 1 അല്ല 9 അല്ല, കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ, എത്ര ന്യൂനപക്ഷങ്ങളാണ് ഈ ഭൂമുഖത്ത് ബഹുഭൂരിപക്ഷത്തിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ? ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ സംരക്ഷണം അവർക്കുണ്ടായി. അള്ളാഹു അവരെ സഹായിച്ചു. അള്ളാഹു തആല അവരെ വിജയിപ്പിച്ചു, ശക്തിപ്പെടുത്തിക്കൊണ്ടിട്ട് വിജയിപ്പിച്ചു. കാരണം അവർക്ക് കർവയുണ്ടായിരുന്നു. അവരോതിയ ഖുർആൻ തന്നെയാ നിങ്ങളും ഓതുന്നത്. അവരുടെ ഖിബലയിലേക്ക് തന്നെയാ നിങ്ങളും തിരിഞ്ഞു നിൽക്കുന്നത്. അവരുടെ പേര് തന്നെയാ നിങ്ങൾക്കുള്ള പേരും. അവരുടെ നേതാവ് തന്നെയാ നിങ്ങളുടെ നേതാവ്. ഒരു മാറ്റവും ബാഹ്യമായിട്ടില്ല. പശുവിനെ സംരക്ഷിക്കുമ്പോഴും അറക്കാൻ കൊടുക്കുമ്പോഴും ഒരു മാറ്റവും ബാഹ്യമായിട്ടില്ല. ആന്തരികമായിട്ട് മാറ്റം വന്നു. എന്താ? പാല് കിട്ടുന്നില്ല, മുലയിൽ പീച്ചുമ്പോൾ സാധനം പിന്നില്ല. ഇത് തന്നെ ജനങ്ങളെ, മുൻഗാമികളുടെ പേരും നിങ്ങളുടെ പേരും ഒന്ന്, മുൻഗാമികളുടെ ഖിബലയും നിങ്ങളുടെ ഖിബലയും ഒന്ന്, മുൻഗാമികളുടെ റസൂലും നിങ്ങളുടെ റസൂലും ഒന്ന്. ഒരു വ്യത്യാസവും എങ്ങുമില്ല. പിന്നെ എന്താണോ മുൻഗാമികളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെങ്കിൽ, ശക്തിപ്പെടുത്തിയെങ്കിൽ, പിൻഗാമികളെ അല്ലാഹു തആല തകർത്തോണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ മുസ്ലിം സമുദായം നശിച്ചോണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന് അറക്കാൻ അല്ല കൊടുത്തോണ്ടിരിക്കുകയാണ്. അറവശാലകൾ അല്ല തുറന്നിരിക്കുകയാണ്. ട്രംപ് എന്ന് പറയുന്ന കശാപ്പുകാരനോട് പറഞ്ഞു അറത്തോടാ. നെതന്യാഹുവിനോട് പറഞ്ഞു അറത്തോടാ. അവരൊക്കെ അറത്തോണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും ഇതാ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. ഇത്ര നാൾ ഇന്ത്യക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ടായില്ല കശാപ്പ് ശാലയ്ക്ക്. ഇപ്പൊ ഇതാ ലൈസൻസ് കൊടുക്കാൻ പോകുന്നു. പൗരത്വ രേഖ എന്ന് പറയുന്ന ലൈസൻസിലൂടെ മുസ്ലിം സമുദായത്തിന് നാട് കടത്താൻ പോകുക. നിങ്ങളെ അറക്കാൻ പോവുക. ലൈസൻസ് ആയിക്കഴിഞ്ഞു. ഇനി മേച്ചൽ സ്ഥലത്ത് നിന്ന് പിടിച്ച് നിങ്ങളെ കശാപ്പാലയിൽ എത്തിച്ചാൽ മതി. ബാക്കി കത്തിയെല്ലാം റെഡിയാണ്, മുട്ടി ശരിയാണ്, കയറ് ശരിയാണ്, എല്ലാം ഓക്കെയാണ്. കശാപ്പുശാല എല്ലാം ഓക്കെയാണ്. പൗരത്വ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നു, രാജ്യസഭയെ കൊണ്ടുവന്നു, രാഷ്ട്രപതിയുടെ മുമ്പിലെത്തി, പ്രാബല്യത്തിലും വന്നു. എല്ലാമായി. അതിനകത്ത് അറക്കേണ്ടത് മെച്ചിപ്പശുക്കളെയാണ്. മെച്ചിപ്പശുക്കളെ ഇവിടെ വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല. അതിനെ അറക്കല പിന്നെ മാർഗമുള്ളൂ. ബഹുമാനികളെ, പടച്ചതമ്പുരാൻ തീരുമാനം മാറ്റണം. ഈ വർഗം ഇവിടെ നിൽക്കേണ്ടവരാണ് എന്ന് അല്ലാഹു തആല തീരുമാനമെടുക്കണം. അല്ലാഹു തആല തീരുമാനമെടുക്കണമെങ്കിൽ മുൻഗാമികളുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. മുൻഗാമികളുടെ സ്വഭാവത്തിന് പറയുന്ന പേരാണ് തഖ്വ. മുൻഗാമികൾക്കതുണ്ടായിരുന്നു. വലവന്ന അഹ്ലൽ ഖുർആമനു വത്തഖൗ, നിങ്ങൾക്കും അചഞ്ചലമായ വിശ്വാസവും തഖ്വയും ഉണ്ടെങ്കിൽ. വിശ്വാസം വരുമ്പോഴാണ് തഖ്വ വരുള്ളൂ. ഇത് രണ്ടും ബാഹ്യമായിട്ടുള്ളതല്ല.
ആന്തരികമായിട്ടുള്ളതാ. ഇത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, മുൻഗാമികളെ രക്ഷിച്ചത് അങ്ങനെയാ. ന്യൂനപക്ഷം ഇവിടെ നിൽക്കുന്നു, ബഹുഭൂരിപക്ഷം വരുന്നു. പക്ഷേ ന്യൂനപക്ഷത്തിന്റെ ഇടയിലേക്ക് അല്ലാഹു തആല പട്ടാളത്തിനെ ഇറക്കി കൊടുത്തു. ഏതാണ് പട്ടാളം? ലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ലത്തുൻ. 313 ഇപ്പുറത്തുള്ളൂ, അപ്പുറത്ത് വെക്കുന്നത് 1000 ചില്ലുവാൻ എണ്ണങ്ങളാ സർവ്വസന്നാഹത്തോടെ വന്നിരിക്കുന്നത്. ഈ സർവ്വസന്നാഹത്തോടെ വരുന്നവർ നോക്കുമ്പോൾ കാണാം ഇവിടെയും 1000 ചില്ലുവാനും അണിനിരക്കുകയാണ്. ഈ 1000 ചില്ലുവാനം എന്ന് പറയുന്നത് 313 ശേഷമുള്ളതെല്ലാം മോളി നിറക്കിയ പട്ടാളമാണ്. ആ പട്ടാളം നിങ്ങൾക്ക് ഇറക്കി തരാം. പഠിച്ചോൻ പറയാണ് നിങ്ങൾക്ക് ഇറക്കി തരാം. അതിന് നിങ്ങൾക്ക് എന്തുണ്ടാകണം? തഖ്വയുണ്ടാകണം. എല്ലാ വെള്ളിയാഴ്ചയും ഇമാം പ്രസംഗിക്കുന്ന ആഹ്വാനം ചെയ്യുന്ന ഒരു ഉപദേശമായത്, അയ്യുഹന്നാസ് ഊസിക്കും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഹേ മനുഷ്യരെ, എൻ്റെ ശരീരത്തിനോടും നിങ്ങളോടും അള്ളാഹുവിന് തഖ്വ ചെയ്യാൻ നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്. ഊസിക്കും ഇബാദല്ലാഹി വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കണം വഴുതായത്. നിങ്ങൾ തഖ്വയുള്ളവരാകൂ മനുഷ്യരെ. തഖ്വ അത് മുൻഗാമികൾക്കുണ്ടായിരുന്നതാ, പിൻഗാമികൾക്ക് ഇല്ലാതെ പോയതാ. മുൻഗാമികൾ ഇവിടെ ഇല്ലാത്തത്, മുൻഗാമികൾ കൊണ്ടുവരാത്തൊക്കെ പലതും നമ്മളിവിടെ ഉണ്ടാക്കി. മുൻഗാമികൾ കൊണ്ടുവരാത്ത ഇവിടെ ഉണ്ടാക്കിയത്, പക്ഷേ മുൻഗാമികൾ കൊണ്ടുവന്നത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കളി. 11 പേര് കേരളത്തിന്റെ പടിഞ്ഞാറേക്കരയിൽ വന്നിറങ്ങുമ്പോ ബഹുമാനികളെ അവരുടെ പള്ളി ഉണ്ടാക്കിയില്ല. മാനം മുട്ടി നിൽക്കുന്ന മിനാരങ്ങളുള്ള പള്ളി ഉണ്ടായില്ല. ആയിരക്കണക്കിന് അടി നീളമുള്ള മദ്രസകളും അറബി കോളേജുകളും ഉണ്ടായില്ല. തീപ്പൊരി പ്രസംഗം നടത്തുന്ന പ്രഭാഷകന്മാരുണ്ടായില്ല. വലിയ വലിയ പ്രബോധകരുണ്ടായില്ല. വലിയ വലിയ എഴുത്തുകാരുണ്ടായില്ല. പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായില്ല. ഇതൊന്നും അവർ കൊണ്ടുവന്നില്ല. അവർ കൊണ്ടുവന്നത് ഒരു കൊച്ചു പിച്ചാത്തി പോലുമില്ല. അവർ കൊണ്ടുവന്നത് തഖ്വയാണ്. തഖ്വയാണ്. അത്തഖ്വ ഹാഹുന നബിയുനാ റസൂലുള്ളാഹി. അവർ കൊണ്ടുവന്ന തഖ്വ. നമുക്കില്ലാതെ പോയത് തഖ്വ. അത് തിരിച്ചെടുക്കണം. അതാണ് ജീവിത വിശുദ്ധി വീണ്ടെടുക്കുക. മുൻഗാമികൾ കൊണ്ടുവന്നല്ല ഈ കാണുന്നൊന്നും, അവരൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരള സംസ്ഥാനം മാത്രം എടുക്ക്, ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങൾ ഉള്ളത് ആർക്കാ? ഈ സമുദായത്തിനല്ലേ? ഹിന്ദുക്കൾക്കാ ക്രിസ്ത്യാനികൾക്കാ? അല്ല. ഏറ്റവും കൂടുതൽ മാനം മുട്ടി നിൽക്കുന്ന മിനാരങ്ങളുള്ള ആരാധനാലയങ്ങൾ ഈ സമുദായം ഉണ്ടാക്കിയതാ. ഇത് അവർ കൊണ്ടുവന്നല്ല. ആയിരക്കണക്കിന് അടി നീളമുള്ളതായ വലിയ വലിയ ഹോളുകളുള്ള മദ്രസ ബിൽഡിങ്ങുകൾ ഈ രാജ്യത്ത് ഒരു സമുദായത്തിനും ഇല്ല. ഹിന്ദുക്കൾക്കുണ്ടോ ക്രിസ്ത്യാനികൾക്കുണ്ടോ ഇതുപോലെ വേദം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ? ഈ സമുദായത്തിനേ ഉള്ളൂ. ബഹുമാനികളെ, പ്രഭാഷകന്മാരും പ്രബോധകന്മാരും ദൂരം പ്രസംഗകരാ. ഏതെല്ലാം ജാതിയിലുള്ളതാ നിന്ന് സ്പീച്ചിൽ സ്റ്റാൻഡ് തകർക്കണത്, ഇങ്ങനെ വന്നിട്ട് ഇരിക്കണത്, ഏതെല്ലാം ജാതികളാ. എനിക്ക് നിൽക്കൽ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ എന്നോട് തഹജ്ജുദിക്ക് ഇരിക്കുന്ന ഡോക്ടർ പറഞ്ഞേക്കണു, കുറച്ച് ദിവസം ഞാൻ പറയുന്നവരെ ഇരുന്ന് ഇങ്ങനെ 2 കൈയുള്ള കസേരയിൽ ഇരുന്നിട്ടേ പറയാവുള്ളൂ. തഹജ്ജുദിക്ക് ഇരിക്കുന്ന ഡോക്ടർ ആകുമ്പോൾ പറയണം അനുസരിച്ചില്ലേ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഇരിക്കൽ അത്ര തൃപ്തിയുള്ള കാര്യമല്ല. അള്ളാഹു മരിക്കണവരെ നമുക്കെല്ലാവർക്കും ദീനീ ഖിദ്മത്തിനുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ പത്രവും മാസികയൊക്കെ ഉള്ളത് ആർക്കാ? ഞാൻ മലപ്പുറത്തൊരു സ്ഥലത്ത് വയലിന് പോയപ്പോൾ സംഘാടകരിങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോവാ, ഭക്ഷണം കഴിക്കാൻ പോകുന്ന ബോട്ടിലേക്ക് പോകാൻ ഉസ്താദിന് മുമ്പ്. അങ്ങനെ വണ്ടിയൊക്കെ കയറ്റി പോകുമ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ ഹാജിയാർ നടന്നു പോകണം. അപ്പോൾ എനിക്ക് മനസ്സിലായി, എടാ ഹാജിയാർ പോകേണ്ട നിർത്ത്, ഹാജിയാരും കയറ്റണമെന്ന് തോന്നി. അപ്പോൾ നാട്ടിൽ പ്രധാനിയാണെന്ന് എനിക്ക് തോന്നി. വണ്ടി നിർത്തി ഇവർ ഹാജിയാരെ കയറ്റി. ഹാജിയാരെ കയറ്റി ചോദിച്ചു, ഇവന്മാർ ചോദിച്ചു, ഹാജിയാരെ അവന്മാർ വന്നാർന്നോ? പിന്നെ വന്നോന്ന്. അവന്മാർ നേരം വിളിച്ചപ്പോൾ തന്നെ വന്നു. അതെ, വന്നിട്ട് അവർ പറഞ്ഞു, ആചാര്യ ഞങ്ങളുടെ പത്രം 1 കൊല്ലത്തേക്ക് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ 3 പത്രം ഇവിടെ കിടപ്പുണ്ട്. ഈ 3 പത്രവും സമുദായത്തിൻ്റെയാ. അത് ആചാര്യ പറഞ്ഞില്ല. 3 പത്രം ഇവിടെ കിടപ്പുണ്ട്. ഇനി 4ാമത്തെ ഒരു പത്രത്തിന് വേണ്ടിയാ നിങ്ങൾ ഈ വന്നിരിക്കുന്നത്.
ഇവിടെ ആരുമില്ല, ഞാനും പെണ്ണുമ്പിള്ളയും മാത്രമേ ഉള്ളൂ. എനിക്കും മലയാളമായിക്ക് അറിയാൻ പാടില്ല, പെണ്ണുമ്പിള്ളയ്ക്കും മലയാളം അറിയാൻ പാടില്ല. അത് പറഞ്ഞാൽ പറ്റൂല ആചാരം, ഒരു കൊല്ലത്തേക്ക് എടുക്കണമെന്ന് പിന്നെ നിർബന്ധിച്ചു. കാശ് കൊടുത്തു. അമ്മാർ ഒരു കൊല്ലത്തേക്കുള്ള രസീത് തന്നു, പത്രം ഇട്ടുകൊണ്ടുപോയി. 4 പത്രം. ഈ 4 പത്രത്തിൽ ഒരു പത്രം ആചാര്യക്കും വായിക്കാൻ അറിയാൻ പാടില്ല, അജ്ജുമാക്കും വായിക്കാൻ അറിയാൻ പാടില്ല. ഒരു പത്രം ഒരു രാജ്യത്ത് ഇറക്കണമെങ്കിൽ എത്ര മുടക്കണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയേക്കണം. ഞാൻ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ, എല്ലാവരും ഇറക്കിക്കോ. ഞാൻ പറയാണ്, നമ്മുടെ വളർച്ച പറയാണ്. നമ്മളിങ്ങനെ വളർന്ന് 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 പടങ്ങലങ്ങ പോലെ പോവാണ്. പടവലങ്ങ വളർന്ന് മുകളിലേക്കല്ല, താഴത്തേക്ക് വളർന്നു. എൻ്റെ ബഹുമാനികളെ, ഇതെല്ലാം ഈ സമുദായത്തിൻ്റെ പണമാണ്, അല്ലാണ്ട് വേറെ ആരുടെയും പൈസയല്ല. ഞാൻ ചുമ്മാ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഈ നിലക്കെല്ലാം ഈ സമുദായം വളർന്നപ്പോൾ ഇതൊന്നും അവർ കൊണ്ടുവന്നതല്ല, അവർ യുദ്ധം ചെയ്യാനും വന്നതല്ല കേട്ടോ. ഇപ്പം മിനിഞ്ഞാന്നെങ്ങാണ്ട് പത്രത്തിനകത്ത് കണ്ടു, ഇന്ത്യ രാജ്യം ടച്ചുകാരുടെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നിന്നും അവർണരായ മനുഷ്യരെയും സാധുക്കളായ മുസ്ലിങ്ങളെയും ഒക്കെ ഇവിടുത്തെ തട്ടിയെടുത്ത് വാരിക്കൂട്ടി വിദേശ രാജ്യത്ത് കൊണ്ടുവന്ന് അടിമച്ചന്തയിൽ വിറ്റതിന്റെ ചരിത്രം തേടുന്നു. ടച്ച് ഭാഷയിലുള്ള രേഖകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അത് വിവർത്തനം ചെയ്ത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഇറക്കാൻ പോവാണ്. ഈ രാജ്യം കുറെ കാലം കസ്റ്റഡിയിൽ വെച്ച പാർട്ടിയാണ് ടച്ചുകാർ. പോർച്ചുഗീസുകാർ വെച്ചു കുറെ കാലം ബ്രിട്ടീഷുകാർ വെച്ചു. ഇവരെല്ലാം ഈ രാജ്യത്ത് വന്നവരാ. ഞാൻ ഈ നേരത്തെ 11 അംഗത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ 11 അംഗ സംഘം ആദ്യം വന്നതോ അവസാനം വന്നതോ അല്ല. ഈ പറയപ്പെട്ട ടച്ചുകാരും ഈ പറയപ്പെട്ട പോർച്ചുഗീസുകാരും ഈ പറയപ്പെട്ട ബ്രിട്ടീഷുകാരും ഒക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ അറബികൾ വന്നിരുന്നു. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഈ രാജ്യത്തിനെ ചൂഷണം ചെയ്യാൻ, ഈ രാജ്യത്തിനെ അവരുടെ കസ്റ്റഡിയിലാക്കാൻ, ഈ രാജ്യത്തെ ജനങ്ങളെ അവരുടെ കാൽ കീഴിലാക്കാൻ അവർ പരിശ്രമിച്ചു. അതേ ശൈലി തന്നെ ടച്ചുകാരും എടുത്തു, അതേ ശൈലി തന്നെ പോർച്ചുഗീസുകാരും എടുത്തു. ഒരു 3-4 ദിവസം മുമ്പ് പത്രത്തിൽ ഞാൻ കണ്ടതാണ്. ടച്ചുകാർ ചെയ്ത മനുഷ്യനെ അടിമ, അങ്ങനെ തന്നെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. മനുഷ്യരെയൊക്കെ അടിമകളാക്കിയായിരുന്നു. ബഹുമാനികളെ, ഈ നിലക്ക് ഈ പറയപ്പെട്ടവരെല്ലാം ഈ രാജ്യത്ത് വന്ന് അക്രമം അഴിച്ചുവിട്ടപ്പോ, ജനങ്ങളെ അടിമകളാക്കി രാജ്യത്തിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കിയപ്പോ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടിട്ട് ഈ വിദേശ ശക്തികളെ ഈ മണ്ണിൽ നിന്ന് ആട്ടി ഓടിച്ചു. 190 കൊല്ലമാണ് ബ്രിട്ടീഷ് ഭരിച്ചെന്ന്. 190 കൊല്ലം, 7 നൂറ്റാണ്ട് ഭരിച്ചു എന്നാണ് മുസ്ലിം സമുദായം. 7 നൂറ്റാണ്ട് മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടം. 7 നൂറ്റാണ്ട് ഭരിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്ത് താജ്മഹൽ ഉണ്ടായി, കുത്തുബ് ഉണ്ടായി, ചെങ്കോട്ടയുണ്ടായി. അങ്ങനെ മുഴുവൻ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളായി തന്നെ കോടിക്കണക്കിന് രൂപ കിട്ടാവുന്ന, ലക്ഷങ്ങൾ കയറി വരാവുന്ന സംവിധാനം ആരുണ്ടാക്കി? 7 നൂറ്റാണ്ട് കൊണ്ട് മുസ്ലിങ്ങൾ ഉണ്ടാക്കി. 7 കൊല്ലം കൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന നിലവിലുള്ള സർക്കാർ വിദേശ രാജ്യത്തു നിന്നുള്ള രാഷ്ട്ര നേതാക്കന്മാരെല്ലാം പ്രഖ്യാപനം ഇട്ടു, ആരും ഇന്ത്യയിലേക്ക് യാത്ര പോകരുത്. ഇതാ മുസ്ലിമും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. അതാ 7 നൂറ്റാണ്ട് ഭരിച്ചപ്പോൾ ഇന്ത്യക്ക് നല്ലൊരു ചിത്രം കിട്ടി. 7 കൊല്ലം ഭരിച്ചപ്പോൾ ഇന്ത്യ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായിട്ടായിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ, ഇവരെല്ലാം വന്ന് ഇതുപോലുള്ള ക്രൂരതയാണ് നടത്തിയെങ്കിൽ മുസ്ലിമിന്റെ പാരമ്പര്യം, മുസ്ലിങ്ങൾ അക്രമികളാണെന്നാണല്ലോ പറയണത്, മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണെന്നാണല്ലോ പറയണത്, മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നാണല്ലോ പറയണത്. കേരളത്തിൽ ഇപ്പോൾ തല്ലിക്കൊല്ലാനുള്ള സംവിധാനത്തിലുള്ള പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുക. ശത്രുക്കൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഐക്യം വന്നു. ആളുകൾ ധരിച്ചത് അങ്ങനെയല്ല, ഇവർ ആ പാർട്ടി അങ്ങനെ, ഈ പാർട്ടി ഇങ്ങനെ, മറ്റേ പാർട്ടി അങ്ങനെ ആയിരിക്കുമെന്ന് ധരിച്ചു. പക്ഷേ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഭരണകൂടം നീങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഈ സമുദായത്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ആകാശത്തെ സൃഷ്ടിച്ച റബ്ബ്, ഭൂമിയെ സൃഷ്ടിച്ച റബ്ബ്, വാനലോകത്തുനിന്ന് വെള്ളമിറക്കി തരുന്ന റബ്ബ്, ഈ ഭൂമിയിലേക്ക് വിത്തിട്ടാൽ വിത്തിന്റെ അറ്റത്ത് മുള വരുത്തുകയും മുളയുടെ അറ്റത്ത് വിളയുണ്ടാക്കി തരികയും ചെയ്യുന്ന റബ്ബ്, ജീവിപ്പിക്കുന്ന റബ്ബ്, മരിപ്പിക്കുന്ന റബ്ബ്, അങ്ങനെ മണ്ണിൽ നിന്നും രണ്ടാമത് പുനർജീവിപ്പിക്കുന്ന റബ്ബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാ നമ്മുടെ വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വിഷയത്തിൽ ഞങ്ങളെല്ലാം ഒന്നാണെന്ന് കണ്ടപ്പോ ഇതൊരു വൻ ശക്തിയായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയ രക്ഷയില്ല. അതുകൊണ്ട് ഇവമാരെ തല്ലിപ്പിക്കണം, ഇവമാരെ പരമാവധി ജയിലിലാക്കണം. ഇതെല്ലാം മൊത്തമായിട്ടുള്ളൊരു സ്വഭാവം ഇത്. അതിപ്പോൾ കേരളത്തിലും വരാൻ പോകുന്നു എന്ന് ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നിയമസഭയിലെ ചില ചർച്ചകളൊക്കെ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും നിലനിൽക്കാതെ ഒരസ്വസ്ഥതയിലേക്കും വിഷമത്തിലേക്കും ഒന്നും എത്തിക്കാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ നമുക്കെല്ലാം ഒരു വലിയ സന്തോഷവും ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പൗരത്വ നിയമം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത് നടപ്പാക്കുന്നതിന് കേരള സർക്കാർ കർശനമായും എതിർക്കുന്നുണ്ട്. പ്രമേയം പാസാക്കുന്നുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. NPR നടപ്പാക്കുന്നതിനോട് ഒരു നിലയ്ക്കും സഹകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ നമുക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നിയമസഭയിലെ ചില പരാമർശങ്ങൾ അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന് ഭയപ്പെടുകയാണ്. അല്ലാഹു അങ്ങനെയൊന്നും വരാതെ കാക്കുമാറാകട്ടെ. ചുമ്മാ സമുദായത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിനെയാണ് പൗരത്വ നിയമത്തിൻ്റെ പേരിൽ പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമുദായം അല്ലേ? സമുദായം മുന്നിൽ നിന്നപ്പോൾ ആ മുന്നിൽ നിന്ന് ആ പാർട്ടി ശരിയല്ല, ഈ പാർട്ടി ശരിയല്ല. ഇതാണ് ഇപ്പോൾ കേൾക്കുന്ന ചില ശൈലികൾ എങ്ങനെയാ? ഞങ്ങളുടെ MLA ആ വിഷയം അവിടെ കൊണ്ടുവന്നു. റോജി ജോൺ, നല്ല ശുദ്ധനായ ചെറുപ്പക്കാരൻ, നല്ല ഉദ്ദേശത്തിൽ അദ്ദേഹം ചോദിച്ചത്. ജുമാനമസ്കാരം കഴിഞ്ഞ് വെള്ളിയാഴ്ച നട്ടുച്ചയ്ക്ക് ഞാനോടുകൂടി ദേശീയ പതാക മാത്രമേ ആ റാലിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രസിഡന്റ് പിടിച്ചു, ഒറ്റ കൊടി മാത്രം, വേറെ കൊടിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ വളരെ ശാന്തമായി റോഡിൻ്റെ സൈഡിലൂടെ വരിയായി നീങ്ങിയ ആ റാലിയിൽ പങ്കെടുത്തവർക്കും കേസ് വന്നല്ലോ. കേസെടുക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടും അങ്ങനെ ഒരു കേസ് വന്നല്ലോ. നമ്മുടെ MLA അത് എടുത്തിട്ട് വിഷയം വച്ചപ്പോൾ മറുപടി വന്നത് അത്ര നല്ല ഒരു ശൈലിയിലല്ലായിരുന്നു. അതപ്പോൾ നിലവിലിപ്പോൾ നിയമസഭയിലും ഈ ഓൺലൈൻ ഇതിൻ്റെ വാർത്താമാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. റഹ്മാനായ പടച്ചവൻ ഒരു വിഷമത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും എത്തിക്കാതെ. ഇതൊന്നും കണ്ടിട്ട് നിങ്ങളാരും എന്ത് ചെയ്യരുത്, ആ രീതിയിലൊന്നും ചിന്തിക്കുകയും ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ പറഞ്ഞല്ലോ, ഈ ആൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ആ MLA അങ്ങനെ പറഞ്ഞല്ലോ, ഈ മന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ, അതൊന്നും അല്ല നമ്മുടെ ചർച്ച വിഷയം. സമുദായത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ യോജിപ്പോടുകൂടിയുള്ള മുന്നേറ്റം, അതാണ് അത്യാവശ്യം. അതാരും അടുത്തൊന്നും നമ്മൾ നോക്കണ്ട. കേന്ദ്രം ഭരിക്കുന്ന BJP ഈ കേരള സംസ്ഥാനത്ത് കൊടി പിടിച്ചുകൊണ്ടിട്ടൊരു സമരം, പൗരത്വ നിയമം രാജ്യദ്രോഹമാണ്, അത് സർക്കാർ പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ കേരള ഘടകം ഇവിടെ കൊടി പിടിച്ചുകൊണ്ട് സമരത്തിനിറങ്ങിയാൽ ഈ സമുദായം ഒന്നടങ്കം അതിൻ്റെ പിന്നിലാണ് നിരക്കണം. നമ്മുടെ ലക്ഷ്യം ഈ നിയമം പാർലമെന്റ് പിൻവലിക്കുക എന്നുള്ളതാണ്. ഒരു കടലാസ് കൊണ്ടുവന്നിട്ട് ആഭ്യന്തര സഹമന്ത്രി വായിച്ചു കൊണ്ടിട്ട് നിങ്ങൾ പിന്നോട്ട് പോകരുത്. എപ്പോഴും നിങ്ങളുടെ ദുആ ഉണ്ടാവണം. ആൾക്കാരിപ്പോൾ ഒന്ന് തളർന്നിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നുമില്ല, ആ രീതിയിലായിട്ടുണ്ട്. അത് പോരാ. ഒരു തമാശക്കാരൻ എഴുതിയത് ഞാൻ കണ്ടു ഇതിനകത്ത്. പല്ലി അടി കൊള്ളുമ്പോൾ വാല് മുറിച്ചിട്ടിട്ട് ഓടും. അപ്പോൾ ഈ തല്ലിയാളെന്ത് ചെയ്യും? ഈ വാലിലേക്ക് പോയിക്കോളൂ, ഇതിങ്ങനെ നടന്ന് പഠിച്ചോളൂ, മൂപ്പര് രക്ഷപ്പെടും. ഇതുപോലെ പൗരത്വ നിയമം കൊണ്ടുവന്നപ്പോൾ സഹമന്ത്രി എന്ത് ചെയ്തു? ഇത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും നടപ്പാക്കാൻ തീരുമാനം ഇല്ല എന്നൊരു തട്ടം കൂടെ തട്ടിയപ്പോൾ പല്ലി വാല് മുറിച്ചിട്ടേക്കണത് പോലെ. ആഭ്യന്തര മന്ത്രി കിട്ടിയിട്ടില്ല, ആഭ്യന്തര സഹമന്ത്രിയെ പറഞ്ഞേക്കുന്നു. എന്തോ ആവട്ടെ, അത് പറഞ്ഞതിൻ്റെ പേരിൽ അതിനി അവിടെയല്ലേ നടപ്പിലാവുള്ളൂ, കേരളത്തിൽ നടപ്പാവില്ലോ. അങ്ങനെ എടുക്കരുത്. ഈ നിയമം പിൻവലിക്കുന്നത് വരെ നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നയം ചെയ്യണം. അതെന്താ നയം? അവിടെ വിജയിക്കാൻ പോണത്. നമ്മുടെ ആയുധം ഒരിക്കലും നമ്മൾ താഴെ വെക്കരുത്. ഏതാണ് നമ്മുടെ ആയുധം? അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വഇമാദുദ്ദീൻ നബിയുനാ റസൂലുള്ളാഹി. ഇതാ നമ്മുടെ ആയുധം. നമുക്ക് ബോംബ് വേണ്ട, നമുക്ക് AK-47 വേണ്ട, നമുക്ക് വടിവാള് വേണ്ട, നമുക്ക് കടാര വേണ്ട, നമുക്ക് ആറ്റം ബോംബ് വേണ്ട, ഹൈഡ്രജൻ ബോംബ് വേണ്ട, നമുക്ക് പോർ വിമാനങ്ങൾ വേണ്ട. ഇതിനെയെല്ലാം പരാജയപ്പെടുത്താൻ കഴിവുണ്ട്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ നബിയുനാ റസൂലുള്ളാഹി. നിന്റെ ദുആ,
പ്രാർത്ഥന അതാണ് മുസ്ലിമിന്റെ ആയുധം. വഇമാദുദ്ദീൻ, നിന്റെ വിശ്വാസത്തിന്റെ തൂണ്. തൂണില്ലാതെ ഒരു ബിൽഡിംഗ് നിൽക്കില്ല. നിന്റെ ഈമാൻ നിലനിൽക്കണമെങ്കിൽ ദുആ വേണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് താഴെ വെക്കരുത്. തഹജ്ജുദ് മുടക്കല്ലേ, അസ്മാഉൽ ഹുസ്ന മുടക്കല്ലേ, ദുആഉൽ കർബ് മുടക്കല്ലേ, സ്വലാത്തുകൾ മുടക്കല്ലേ. കണ്ണുനീരോടെ പടച്ചവനോട് പറ, അല്ലാഹു തആല പരിഹാരം തരും. സലാസ ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്, ഒരു സംശയമില്ല. നബിയുനാ റസൂലുള്ളാഹി. അതിൽ പറയപ്പെട്ട ഒരു ദുആ മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്യുന്ന ദുആയാണ്. അവിടെ ഇരുന്നോട്ടെ. രണ്ടാമത്തെ ദുആഉൽ മദ്ലൂമി, ദഅവത്തുൽ മദ്ലൂമി, ആക്രമിക്കപ്പെടുന്നവരുടെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. മുസ്ലിമിനെ മാത്രമേ ലിസ്റ്റിൽ വെച്ചിട്ടുള്ളൂ. മുസ്ലിം ആക്രമിക്കപ്പെടുന്നവരാണ്. ആക്രമിക്കപ്പെടുന്ന വിഭാഗമേ, നിന്നെ രക്ഷപ്പെടുത്തേണ്ടവൻ പടച്ച തമ്പുരാനാണ്. നിന്നെ രക്ഷപ്പെടുത്തേണ്ട കേന്ദ്ര സർക്കാരല്ല. അടുത്ത 22-ാം തീയതി വരാൻ പോകുന്നു മുസ്ലിയാരെ, കേസ് അനുകൂലമാകും. അത് നീ നോക്കണ്ട. കോടതിയല്ല നിന്നെ രക്ഷപ്പെടുത്തുന്നത്, പട്ടാളമല്ല നിന്നെ രക്ഷപ്പെടുത്തുന്നത്, ഭരണാധികാരികളല്ല രക്ഷപ്പെടുത്തുന്നത്. നിന്നെ രക്ഷപ്പെടുത്തുന്നത് പടച്ച തമ്പുരാനാണ്. അതുകൊണ്ട് റബ്ബിനോട് പറയണം, അല്ലാ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമൊന്നുമല്ല. കോടിക്കണക്കിന് ആക്രമിക്കപ്പെടുന്നവര് കരളുരുകി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ ബഹുമാനികളെ, അതിന്റെ ഫലം ഈ രാജ്യത്ത് കാണാതിരിക്കൂല. എന്തിയാ ഇപ്പൊ ചൈനയിൽ ഭരണകൂടം ആവശ്യപ്പെട്ടില്ലേ, മുസ്ലിങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്ക്. പ്രാർത്ഥന മുസ്ലിങ്ങളുടേതാ ഏക്കുള്ളൂ എന്ന് അവർക്കറിയാം. കല്ലിനും മുള്ളിനും കാഞ്ഞിരക്കുറ്റിക്കുമല്ല അവർ ആരാധിക്കുന്നത്. അവർ ആകാശഭൂമികൾ സൃഷ്ടിച്ച ഇലാഹിനാണ് ആരാധിക്കുന്നത്. ആ ഇലാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്ക്. ചൈനക്കാര് പറഞ്ഞു കഴിഞ്ഞു, ചൈന ഭരണകൂടം പറഞ്ഞു കഴിഞ്ഞു, പ്രാർത്ഥന വലിയ ആയുധമാണ്. പ്രധാനമന്ത്രി വിറയ്ക്കും, ആഭ്യന്തരമന്ത്രി വിറയ്ക്കും. അവരൊക്കെ ജീവനിൽ പേടിയുള്ളവരാ. അവരുടെ കുടുംബത്തിന്റെ ഭാവി നശിക്കുന്നതിൽ അവർക്ക് വിഷമമുള്ളവരാ. നിന്റെ ദുആയ്ക്ക് അനന്തര ഫലം ഉണ്ടാകും, തിക്ത ഫലം ഉണ്ടാകും. അതുകൊണ്ട് അവർ മാറി ചിന്തിക്കും. നീ അങ്ങനെ തന്നെ ദുആ ചെയ്യണം. പടച്ചവനെ, ഭരണാധികാരികളുടെ മനസ്സിനെ നീ മാറ്റണേ അല്ലാ, അങ്ങനെ ദുആ ചെയ്യണം. അവർക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ, അങ്ങനെ ദുആ ചെയ്യണം. അള്ളാഹുവാണ് അവന്റെ കഥ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കും. അപ്പോൾ പോട്ടവമാനുകളെ, ഞാൻ പറഞ്ഞു വന്നതെന്താ, നമ്മൾ കറവയില്ലാത്ത മച്ചു പശുക്കളായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിപാടികളൊന്നും വിജയിക്കില്ല. നമ്മൾ ജീവിതത്തിന്റെ വിശുദ്ധി പിന്നെ വീണ്ടെടുക്കണം. ഏതാണ് വിശുദ്ധി? അത്തഖ്വ. അതിവിടെയാണെന്ന് നബീന റസൂലുള്ളാഹി. പുറത്തല്ല. താടിക്ക് നീളം കണ്ടുകൊണ്ടിട്ടൊന്നും നിങ്ങൾ വഞ്ചിതരാകണ്ട. തോളത്ത് വലിയ പുതപ്പ് ഇട്ടുകൊണ്ടിട്ടും വഞ്ചിതരാകണ്ട. തൊപ്പി വലുത് വെച്ചുകൊണ്ടിട്ടും വഞ്ചിതരാകുമൊന്നും വേണ്ട. ഇവിടെ നിസ്കാര ടൈം കണ്ടിട്ടും നിങ്ങൾ വഞ്ചിതരാകണ്ട. ഇവിടെ ക്ലിയർ ആകണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജസദി മുദ്ഗത്തൻ. ഇവിടെ ഒരു കഷ്ണമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് നന്നായാൽ സലഹൽ ജസദു കുല്ലു, ശരീരം മൊത്തം നന്നായി. ഇദാ ഫസദത്, അത് ചീത്തയായാൽ ഫസദൽ ജസദു കുല്ലുഹു നബീന റസൂലുള്ളാഹി. മൊത്തം ചീത്ത. ഇവിടെ ആയിരിക്കണം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, അല്ലാഹു നിന്റെ തൊപ്പിയിലേക്കും താടിയിലേക്കും നല്ല നോക്കുന്നത്. ലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, ഇങ്ങോട്ടാ നോക്കുന്നത്. നിന്റെ ഹൃദയത്തിന്റെ ശുദ്ധി എങ്ങനെയാണ്, അവിടെയാ നോക്കുന്നത്. ബഹുമാനികളെ, ഇത് മുൻഗാമികൾ കൊണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, അവരിവിടെ വന്നിറങ്ങിയത് ആക്രമിക്കാനല്ല. ഈ 11 സംഘം മാത്രമല്ല, അതിനു മുമ്പിറങ്ങിയവരും ആക്രമിക്കാൻ വന്നവരല്ല. ചരിത്രത്തിൽ തെളിവില്ല. ഇന്ത്യ രാജ്യത്തിന് മാത്രം മുസ്ലിങ്ങൾ അക്രമകാരികളാണ്, കേറി ആക്രമിക്കുന്നവരാണ്, രാജ്യദ്രോഹികളാണ്, ഒറ്റുകൊടുക്കുന്നവരാണ്, തീവ്രവാദികളാണ്. ഇതൊക്കെ പറയലല്ലാതെ ഈ സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് തെളിയിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിനാണ് ഇന്ത്യ രാജ്യത്തിന്റെ 1-ാം നമ്പർ അനുഭവം നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഈ ഇന്ത്യ രാജ്യത്തേക്ക് ഞാൻ പറയപ്പെട്ട വർഗമൊക്കെ ഇവിടെ വന്നില്ലേ, ഓടിക്കേണ്ടി വന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, അറബികൾ വന്നിട്ട് ഇവിടുന്ന് ആർക്കെങ്കിലും ഓടിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് ഓടിക്കേണ്ടി വന്നില്ല? അവർ പായ്ക്കപ്പലിൽ പെട്ടി നിറയെ സ്വർണ്ണ നാണയങ്ങളുമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്ന് പെട്ടി ഇറക്കി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ കച്ചവടം ചെയ്യും. കരയാമ്പോ അവർക്ക് വേണം, ഏലക്കായ അവർക്ക് വേണം, കുരുമുളക് അവർക്ക് വേണം, ഇഞ്ചി അവർക്ക് വേണം, പുൽത്തൈലം അവർക്ക് വേണം, മഞ്ഞൾ അവർക്ക് വേണം. ബഹുമാനികളെ, ഇതൊന്നും അറബി നാടുകളിൽ ഇല്ലാത്ത സാധനങ്ങളാണ്. ഇതെല്ലാം ഇവിടെ വന്ന് പറഞ്ഞ വില കൊടുത്ത് സ്വർണ്ണ നാണയങ്ങൾ എണ്ണിക്കൊടുത്ത് അവരുടെ പായ്ക്കപ്പലിലേക്ക് നിറച്ച് അവർ നാട്ടിലേക്ക് മടങ്ങി. അതായിരുന്നു അവരുടെ സ്വഭാവം. ഉണ്ടോ?
ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ പൂജാതനാകുന്നതും അവിടുന്ന് തങ്ങളുടെ നിവേദക സംഘം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നതും. അങ്ങനെ വന്ന നിവേദക സംഘത്തിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹു പാർട്ടിയും. 11 പേർ അവിടെ വന്നിറങ്ങുമ്പോൾ അവരുടെ കയ്യിൽ ഈ പറഞ്ഞതൊന്നുമില്ല, പ്രസിദ്ധീകരണങ്ങളില്ല, പ്രസംഗമില്ല, കോളേജുകളില്ല, മദ്രസകളില്ല, പള്ളിയില്ല, പ്ലാനില്ല, എഞ്ചിനീയറിംഗ് ഇല്ല. അവരുടെ കയ്യിലുണ്ടായിരുന്നത് എന്താണ്? തഖ്വ. അതെന്തെന്ന് ഈ കടയിലേക്ക് അവർ വന്നിറങ്ങുമ്പോൾ മനുഷ്യരിങ്ങനെ ഓടുകയാണ്. ആപ്പിള് പോലെ തങ്കം പോലെ ഇരിക്കുന്ന മനുഷ്യൻ വന്ന് കടപ്പുറത്തിറങ്ങുമ്പോൾ കറുകറുത്ത മനുഷ്യന്മാർ ഓടി ഒളിക്കുകയാണ്. അതായിരുന്നു ഈ രാജ്യത്തിന്റെ സംസ്കാരം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. നീ 60 അടി അകലത്തിലേ നിൽക്കാൻ പാടുള്ളൂ, നീ 30 അടി അകലത്തിലേ നിൽക്കാൻ പാടുള്ളൂ. നിനക്ക് കഞ്ഞി മണ്ണിൽ കുഴികുത്തി ഇലവച്ച കുമ്പിളിലാണ്. നിന്റെ ഭർത്താവ് മരിച്ചാൽ നിനക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല. അവനെ കത്തിക്കുന്ന ചിതയിലേക്ക് നീയും മാടി മരിച്ചുകൊള്ളണം. പെൺകുട്ടികളെ, നിങ്ങൾക്ക് മാറി വളർന്നാൽ അത് മറക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. കാർത്തിക രാജാവെന്നാ പറയണേ അയാളുടെ പേര്. 60,000 രൂപ മുലക്കരം പിരിച്ചെടുത്തു. ഒരു ഭരണ നേട്ടം എടുത്തു പറയണതാ ഇപ്പൊ കേൾക്കണം. ടിപ്പു സുൽത്താൻ അല്ലാതെ ചെയ്തത് കാർത്തിക തിരുനാൾ മഹാരാജാവ് 60,000 രൂപ മുലക്കരം പിടിച്ചെടുത്തു. എന്താ മുലക്കരം? എല്ലാ പെണ്ണുങ്ങൾക്കും ഇവിടെ മാറുമറക്കാൻ അവകാശമില്ല. ഇവിടെ കീഴ്ജാതിക്കാർക്കൊന്നും മാറുമറക്കാൻ പാടില്ല. പെൺകുട്ടികളുടെ മാറെല്ലാം വ്യക്തമായി തുറന്നു കിടക്കണം. അതൊക്കെ ഞങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനുള്ളതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ മാറ് തുറന്നിടുമ്പോൾ ആ തുറന്നിടുന്ന മാറിന് കരമടയ്ക്കണം. കരമടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത മാതാക്കൾ പെൺകുഞ്ഞുങ്ങളുടെ മാറ് ചെത്തിക്കളഞ്ഞ ചരിത്രമാണ് ഈ രാജ്യത്തുണ്ടായിരുന്നത്. ഓടി കറുത്ത ആളുകൾ, വെളുവെളുത്ത ആപ്പിൾ പോലിരിക്കുന്ന മനുഷ്യര്, അവരെ കണ്ട അടുത്തേക്കാൻ പാടില്ലല്ലോ, ഓടണം. ഓടുമ്പോഴാ ഇവർ കൈകൊട്ടി വിളിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് അറിയാൻ പാടില്ല. മനുഷ്യനെ ഇങ്ങോട്ട് വാന്ന് പറയാൻ ഇവർക്കും അറിയാൻ പാടില്ല. ഉണ്ടോ? രണ്ടും 2 ഭാഷയാണ്. ഇത് അറബികളാണ്, മറ്റത് മലയാളികളാണ്. അപ്പൊ എന്ത് ചെയ്തു? പൊട്ടന്റെ ഭാഷ, ശരീരത്തിന്റെ ഭാഷ, ഇഞ്ഞോളാ. അപ്പൊ അത് അന്തം വിട്ടു. എന്തോ ഒരു അത്ഭുതമാണിത്. വെളുവെളുത്ത മനുഷ്യന്മാർ ഞങ്ങളെ കൈകാട്ടി വിളിക്കുന്നുവോ? ഒരു അത്ഭുതമല്ലേ അത്? അറച്ചറച്ചാണെങ്കിലും അടുത്തേക്ക് ചെന്നപ്പോൾ ഇവർ അങ്ങോട്ട് എന്നിട്ടൊന്ന് മുട്ടി, ഒന്ന് തലോടി, കയ്യൊക്കെ ഒന്ന് കൊടുത്ത്. മഹാത്ഭുതം! വെളുവെളുത്ത മനുഷ്യന്മാർ, തങ്കം പോലിക്കുന്ന മനുഷ്യന്മാർ ഞങ്ങളെ തൊടുന്നു. ഇത് രാജ്യത്തില്ലാത്തതാണല്ലോ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, അങ്ങനെ ആംഗ്യം കാണിക്കാൻ ഭയപ്പെടണ്ട, നീയും ഞാനും ഒക്കെ ഒന്ന് തന്നെയാ, സഹോദരന്മാരാന്ന്. ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു. പൊട്ടൻ ഭാഷ, ആംഗ്യ ഭാഷ എല്ലാവർക്കും അറിയാലോ. ആംഗ്യ ഭാഷ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഷയാ. അതിന് നാക്കിന്റെ സഹായം വേണ്ട. നമ്മളെല്ലാം ഒന്നാണ്. നമ്മളെ രണ്ടാളെയും സൃഷ്ടിച്ചത് തമ്പുരാൻ ഒന്നാണ്. ഇതെല്ലാം ഇങ്ങനെ ആംഗ്യഭാഷയിൽ പറഞ്ഞ് പുറത്തുമൊക്കെ ഒന്ന് തലോടി കഴിഞ്ഞപ്പോൾ ഇവർക്ക് വലിയ സന്തോഷം. അടുത്ത് കണ്ട തെങ്ങിന്റെ മുകളിലേക്ക് ചാടിക്കേറി ഒരു കൊല ഇളനീര് കരിക്ക് താഴേക്ക് ഇറക്കി കൊണ്ടുവന്നിട്ട് മൂട് ചെത്തിയിട്ട് വച്ച് നീട്ടി. മാസങ്ങളോളം കടൽ ചൂരേറ്റ് ഉപ്പുവെള്ളം കുടിച്ച് കച്ചവടം ചെയ്യാൻ വന്നല്ല. ഞങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീനീ ദഅവത്തുമായിട്ട് നിങ്ങൾ ഇത്ര സംഘം ഇന്ന രാജ്യത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ പായ്ക്കപ്പലങ്ങ് പായ് വലിച്ചു കെട്ടി. പായ എങ്ങോട്ടാണോ കാറ്റ് പിടിച്ചത് അങ്ങോട്ട് പോയി. യന്ത്രാണെങ്കിലേ നമ്മതിരിക്കുന്നിടത്തിലേക്ക് പോവുള്ളൂ. ഇത് കാറ്റാ കൊണ്ടുപോകുന്നത്. മാസങ്ങളോളം കടലിന്റെ തിരമാലകളുമായി മല്ലടിച്ചു വന്ന ഈ മനുഷ്യര് കരയിൽ വന്ന് കാലുകുത്തുമ്പോൾ ഇളനീര് ചെത്തി അങ്ങോട്ട് നീട്ടിയപ്പോൾ ഇവർ ചോദിച്ചു, ഇതെവിടെ നിന്നാണ്? ആംഗ്യഭാഷയെ ചോദിച്ചു. അവര് ആംഗ്യഭാഷയിൽ പറഞ്ഞു. അപ്പൊ അതിന്റെ മോളിന്ന്, തെങ്ങിന്റെ മോളിന്ന് കാണും. അപ്പൊ ഇവര് ചോദിച്ചു, അതാരാ? അപ്പൊ ഇങ്ങനെ വേണ്ട, ഇതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതിന്റെ പേരാണ് തഖ്വ.
ഇതാണ് നമ്മ വീണ്ടെടുക്കേണ്ടത്. കണ്ട, ഇതാണ് വീണ്ടെടുക്കേണ്ടത്. ഇതാണ് ജീവിത വിശുദ്ധി. തെങ്ങാര്യ വേണ്ട. ഉടമയുടെ അനുവാദമില്ലാത്ത ഒരു ഇളനീര് ഞങ്ങൾ കുടിച്ചാൽ ആ ഇളനീര് ഉള്ളിൽ കിടക്കുന്ന കാലം ഞങ്ങളുടെ നമസ്കാരത്തിന് സ്വീകാര്യതയില്ല. ആ ഇളനീര് കിടക്കുന്ന കാലം ഞങ്ങളുടെ ദുആക്ക് ഉത്തരമില്ല. പടച്ചവനെ, മോഡി സർക്കാരിന് നീ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ എന്ന് കൈയുയർത്തി ദുആ ചെയ്യുമ്പോൾ, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടിട്ട് പൊട്ടിക്കറിയുമ്പോൾ അകത്ത് കിടക്കുന്ന ഭക്ഷണം ഏതാണെന്ന് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. ജീവിത വിശുദ്ധി വീണ്ടെടുക്കുക. തഖ്വ, അറബി പദം അതാണ്, തഖ്വ, വീണ്ടെടുക്കുക. ഈ ഇളനീര് മൂത്രമായി പോയതിന്റെ ശേഷം അതിന്റെ അംശം ബ്ലഡിൽ എത്ര കാലം ഒഴുകുന്നുവോ അത്ര കാലം എന്റെ നമസ്കാരത്തിന് അംഗീകാരമില്ല, എന്റെ ദുആക്ക് സ്വീകാര്യതയില്ല. 7 സ്ഥലത്താണ് പരിശോധിക്കുക ദുആ. 7 സ്ഥലത്താണ് നിന്റെ നമസ്കാരം പരിശോധിക്കുക. ലറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ഫിസ്സമാ തൂതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. എത്ര നല്ല ഉദാഹരണത്തിൽ കൂടെയാ പടച്ചവമ്പുരാൻ നമുക്കിത് മനസ്സിലാക്കി തന്നെ നോക്കി. ഒരു പരിശുദ്ധമായ മരത്തിനെ അള്ളാഹു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആ വൃക്ഷത്തിന്റെ തൈ നിങ്ങളുടെ ഹൃദയത്തിൽ കുഴിച്ചിട്ടു. ഏതാണ് ആ വൃക്ഷത്തൈ? കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചു. അങ്ങനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ഈ ശരീരം ഇതൊരു മണ്ണായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണപ്പെടുത്തി തരികയാണ്. ഇത് ഭൂമി, ഹൃദയമാണ് എന്ന ഭാഗമാണ് അതിന്റെ കുഴി. അതിനകത്തോട് നിങ്ങൾ ഈ തൈ കൊണ്ടൊന്ന് കുഴിച്ചിട്ടു. ഏതാണ് തൈ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന ആർക്കപ്പ വിശ്വാസം ഇല്ലാത്തത്? നീ ഏത് ഇലാഹിലാടാ വിശ്വസിക്കണേ മൈദീൻ കുഞ്ഞ്? ഞാൻ അള്ളാഹു വിശ്വസിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെ നീ വിശ്വസിക്കണേ, പിന്നെ അല്ലാതെ എന്നിട്ട് പിന്നെ നീ അവിടെ നിന്നുകൊണ്ട് കഞ്ചാവ് വലിക്കണുണ്ട്. അതിപ്പോൾ മനസ്സിന് സ്വസ്ഥയില്ലാണ്ടായിപ്പോൾ ഉണ്ടായി. എടാ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെ അല്ലാണ്ട് പിന്നെ ലാ ഇലാഹ അയ്യപ്പൻ എന്നാ ഞാൻ പറയണേ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണേ. അതെ, എന്നിട്ട് നിന്നെ നിക്കിരിക്കാൻ കാണാത്ത എന്താ? അത് എല്ലാവരും കട നോക്കാൻ വല്ലവരും വേണ്ട. മനസ്സിലായി, ആ ചെറുക്കം വലുതായിട്ടാ നിക്കിരിക്കാൻ തീരുമാനിച്ചേക്കൊണ്ട് അവനെ കടയേൽപ്പിച്ചാൽ പിന്നെ എൻ്റെ പണി നിക്കിരിക്കൽ തന്നെയാണ്. നോക്കി, വിശ്വാസം ഇല്ലാത്തവരാണ് ഇപ്പം ഇതൊക്കെ. ഉള്ളിൽ സാധനമുണ്ട്, എല്ലാവർക്കും ഉണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലാവരുടെ ഉള്ളിൽ ഇതുണ്ട്. ബഹുമാനികളെ, ഉള്ളിൽ ഇതുണ്ടെങ്കിൽ ഈ ജീവിതത്തിന്റെ ശൈലി അതിലേക്ക് വരാത്തെന്തുകൊണ്ടിട്ടാ? ഇത് കുഴിച്ചിട്ടോടത്തി തന്നെ ഇരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വൃക്ഷത്തൈ നിങ്ങൾ കുഴിച്ചിട്ടു, വളരണില്ല. വളരണമെങ്കിൽ എന്ത് ചെയ്യണം? അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ ഈ മരത്തൈ വളരണമെങ്കിൽ നിങ്ങൾക്ക് ഇൽമു വേണം. ഇൽമം ഇട്ടുകൊടുക്കുമ്പോൾ ഇത് വളരും. ഈ രാജ്യത്ത് നമ്മൾ നിയമം പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാന്നെ പാലിക്കണത്? പറ. രാത്രി 10 മണി കഴിഞ്ഞാൽ മൈക്ക് പ്രവർത്തിപ്പിക്കാൻ പാടില്ല ഈ രാജ്യത്ത്. ഞാൻ ചോദിക്കട്ടെ, ഇത് നിയമവിരുദ്ധമല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു പോലീസ് വണ്ടി അവിടെ വന്ന് നിർത്തി മൈക്ക് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കേസെടുക്കും. പറഞ്ഞ ആളും അകത്ത് പോവും, പറയിപ്പിച്ചവരും അകത്തു പോവും. നിയമവിരുദ്ധമല്ലേ ഇത്? എൻ്റെ ബഹുമാനികളെ, ഇനി തന്നെയെങ്കിലും ഇതിന് നല്ലൊരു പരിഗണന നിങ്ങൾ കൊടുക്കണം. ഈ ഇൽമില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ ഇത് മുരടിച്ച് നിൽക്കുള്ളൂ. ഇൽമ നമുക്ക് അങ്ങോട്ട് കിട്ടിയാൽ ഇതങ്ങ് വളരും. നബി പറയാ, എങ്ങനെ വളരും എന്നറിയോ? ഈ മരത്തിന്റെ വളർച്ചേനെ നബി തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു തരുവാ. ഇൽമില്ലാത്തതിന്റെ പരാജയമാണ് ബഹുമാനികളെ തഖ്വ നമുക്ക് നഷ്ടപ്പെടാൻ കാരണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഈ സദസ്സിനോട് പറയാണ്, നിങ്ങൾ ഇതിനൊക്കെ സഹകരിക്കണം. നമ്മൾ നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ ഈ പൊന്നാനി ഭാഗത്ത് ഈ വടക്കുന്ന് വഴുത് കഴിഞ്ഞുകൊണ്ട് പോരുമ്പോൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. അങ്ങനെ ഓതുവൊക്കെ എടുത്ത് ചെന്നപ്പോഴത്തേക്കും അവിടെ പിന്നെ ഇഖാമത്ത് കൊടുത്തു. സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഞാനങ്ങോട്ട് കയറി സഫിൽ അവിടെ നിന്നു. ഒരു 10-ൽ താഴെ ആളുകളെ നിസ്കരിക്കാനുള്ളൂ. മെയിൻ റോഡ് സൈഡ് ചെറിയ പള്ളി. 10-ൽ താഴെ ആൾക്കാരെ നിസ്കരിക്കാനുള്ളൂ. മിഹ്റാബിനകത്തേക്ക് കയറിയുന്ന ഇമാം എടുത്ത് തലയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ബഹുമാനികളെ പള്ളിക്കകത്ത് ഈ 10 ആള് താഴെ മൗമൂമിങ്ങളുള്ളിടത്തിൽ മൈക്കെന്തിനാ?
നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ദുആക്കിരുന്നില്ല, കാരണം എനിക്ക് തിരക്കായിട്ട് പോരേണ്ടതുണ്ട്. ഞാൻ ചൊല്ലി പറയാനുള്ളതൊക്കെയാണ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നു. പുറത്തിറങ്ങിയപ്പോൾ കാണാം ചുറ്റുവട്ടത്തുള്ള ഇത് പള്ളിക്കകത്തുള്ള ബോക്സിലല്ല ഇത് തട്ടണ്, മോളിലേക്കുള്ള ഹോണിലേക്ക് കൊടുത്തിരിക്കുകയാണ്. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കാണാം ചുറ്റുവട്ടത്തുള്ള എല്ലാ പൊന്നാനിയുടെ പരിസരമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ചുറ്റുവട്ടത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നിട്ടും ഇമാമിങ്ങളുടെ ഓത്തും ദുആയും നമസ്കാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മുസ്ലിം നാമധാരിയിൽപ്പെട്ട ഒരാള് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, രാവിലെ 4 മണിയാകുമ്പോഴത്തേക്ക് അവിടെ മൈക്ക് തുടങ്ങും, ഒച്ചപ്പാടാണ്, അതുകൊണ്ട് ഈ മൈക്കിൽ കൂടെയുള്ള പരിപാടി നിരോധിക്കണം, പള്ളിയിൽ മൈക്ക് ഒഴിവാക്കണം എന്നൊരു പരാതി കൊണ്ടുവന്ന് കോടതിയിൽ കൊടുത്താൽ സർക്കാർ പറയാണ് ഒരു ഒറ്റ മുസ്ലിം പള്ളിയിൽ മൈക്ക് പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒക്കെ അടച്ചു കൂട്ടിക്കൊള്ളണം. ഞാൻ പറയുന്നത് അത്യാവശ്യത്തിന് ഇനി മൈക്ക് അകത്ത് മൗമൂമിങ്ങളുണ്ട്, ഇമാമിന്റെ ഓത്ത് കേൾക്കാൻ വിഷമമുണ്ട്, എന്നാൽ അകത്തുള്ള ബോക്സിൽ കൊടുത്താൽ പോരെ, ഈ പുറത്തുള്ള ആൾക്കാരൊക്കെ ഇത് കേൾപ്പിക്കണതിന്. അതാ ഞാൻ പറഞ്ഞത്, നമ്മ നിയമവിരുദ്ധമായ ശൈലിയിലൂടെ കാര്യങ്ങൾ പോയാൽ പറ്റൂല. ഈ പാതിര വഴലൊക്കെ ഉള്ള കാലം ഉണ്ടായി. നമ്മളിവിടെ സ്മരിക്കപ്പെടുന്ന മഹാനായ വലിയുള്ളാന്റെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ. 40 ദിവസം വഴല്, ഇതുപോലെ ഒരു ദിവസം 2 ദിവസം അല്ല, 40 ദിവസം വഴല്.